ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ബിഗ് ബോസ് ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ അതിൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെയ്ക്കും ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഈ ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ കണ്ടപ്പോൾ അതിൽ ചില വ്യക്തികൾ വരില്ല എന്ന് തന്നെയാണ് ഉറപ്പിച്ച് എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം അവർക്ക് ഇപ്പോൾ ബിഗ് ബോസിൽ വരേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബിഗ് ബോസിൽ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഫെയിമിൽ ഉള്ള ആൾക്കായിരുന്നു ഫെയിം ഡൗൺ ആകുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു ഫെയിം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ബിഗ് ബോസിൽ വരുന്നത്. ചില ആൾക്കാർ ഒട്ടും ഫെയിം ഇല്ലാത്ത ആരും അറിയപ്പെടാത്ത വ്യക്തികൾ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഫേമസ് ആവും. അപ്പോൾ നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് വരും. മൂവീസ് ആണെങ്കിലും മറ്റുള്ള മേഖലയിൽ നിന്നൊക്കെ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് വരും എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞ കോമണേഴ്സിൻ്റെ കാര്യമില്ല കേട്ടോ. കോമണേഴ്സും അല്ല അന്ന് സെലിബ്രിറ്റീസും അല്ലാത്ത രീതിയിൽ നിൽക്കുന്ന ചില ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് കണ്ടസ്റ്റൻസ് നമ്മൾ ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ട്. എല്ലാ സീസണിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരുപാട് സെലിബ്രിറ്റി ലൈഫ് എൻജോയ് ചെയ്തിട്ട് ഇപ്പോൾ സെലിബ്രിറ്റി ലൈഫിൽ ഒന്നൊക്കെ വിട പറഞ്ഞ് ആരും ഇപ്പോൾ അവർ തിരിഞ്ഞു നോക്കാത്ത രീതിയിലുള്ള ചില സെലിബ്രിറ്റീസ് ഉണ്ടാവും. അവർക്ക് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു റീ ഓപ്പണിംഗ് ആണ്. അവരുടെ കരിയർ ആയിക്കോട്ടെ, അവരുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ജനങ്ങളായിട്ട് അവർ കൂടുതൽ അടുക്കാനായിട്ട് ഈ ഒരു 3 മാസം കൊണ്ട് അവർക്ക് സാധിക്കും എന്നുള്ള വലിയൊരു കാര്യമാണ്. അതായത് ഓർമ്മകളിൽ നിന്നും മറഞ്ഞു പോയിട്ടുള്ള കുറേ ആൾക്കാർക്ക് അവരുടെ കരിയർ ഒന്ന് പച്ച പിടിപ്പിക്കാൻ ചിലപ്പോൾ ബിഗ് ബോസ് സഹായിച്ചെന്നിരിക്കും. അങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ കാര്യങ്ങൾ ഇപ്പോൾ ഒരു വിവാദം മാത്രമല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ടല്ലോ, വിവാദം ഉള്ള ആൾക്കാരെയാണ് ബിഗ് ബോസിലേക്ക് മൊത്തമായിട്ട് എടുക്കുന്നത്. അങ്ങനെയല്ലല്ലോ. നമ്മൾ ഓരോ സീസൺ നമ്മൾ പരിശോധിച്ചാൽ അറിയാം, വിവാദമുള്ള ആൾക്കാരെ മാത്രമല്ല അവർ വരുന്നുണ്ട്. ഇല്ല ഞാൻ പറഞ്ഞപ്പോൾ രേണു സുധിയൊക്കെ വളരെയധികം വിവാദത്തിൽ നിന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ വിവാദം മാത്രമല്ല, ഇതേപോലെ നേരത്തെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അതായത് ഫേമസ് ആയിട്ട് നിന്നിട്ട് ഇപ്പോൾ ഫേമസ് കുറച്ച് കുറഞ്ഞിട്ടുള്ള ആൾക്കാർ അവർ വരുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ് ഞാൻ പറഞ്ഞത്. ആദ്യം തന്നെ എൻ്റെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് വിവാദങ്ങളിലൂടെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം വലിയൊരു സെലിബ്രിറ്റി ഒന്നല്ല, ചെറിയൊരു സെലിബ്രിറ്റിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിവാദങ്ങളിലൂടെയാണ് ഇപ്പോൾ വളരെയധികം ഫേമസ് വന്നിട്ടുള്ളത്. അത് വേറെ ആരുമല്ല, സിദ്ധാർത്ഥ് പ്രഭു എന്ന് പറയുന്ന വ്യക്തിയാണ്. ഉപ്പും മുളകും എന്ന് പറഞ്ഞ സീരിയലിലൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം ഒരു ആക്സിഡൻറ്റുമായിട്ട് ഒരു തമിഴ് വ്യക്തിയെ കാറിടിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് ഭയങ്കര വിവാദങ്ങളായിരുന്നു. ആ വ്യക്തി മരണപ്പെടുകയോ മറ്റോ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ന്യൂസ് ചാനലുകളും അദ്ദേഹം വരികയുണ്ടായി. പക്ഷേ ന്യൂസ് ചാനലിൽ വരിക എന്ന് മാത്രമല്ല, അദ്ദേഹം വളരെയധികം മദ്യപിച്ചിട്ടൊക്കെയാണ് നടു റോട്ടിലിരുന്ന് ഒരുപാട് പ്രഹസനമൊക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹം ഭയങ്കര വിവാദങ്ങളായിരുന്നു. പിന്നെ വീണ്ടും ഈ ഒരു സീരിയലിൽ അദ്ദേഹം വന്ന് അഭിനയിക്കുക ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് സിദ്ധാർത്ഥ് പ്രഭു വരാനായിട്ട് ചാൻസ് വളരെയധികം കൂടുതലാണ്. അടുത്ത ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഉപ്പും മുളകും എന്ന് പറയുന്ന സീരിയലിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അൽസാബിത്ത്. വളരെ ചെറിയൊരു പയ്യനായിരുന്നു, പക്ഷെ നല്ല ടാലൻറ്റഡ് ആണ്. അൽസാബിത്ത് മിക്കവാറും ഉപ്പുമുളകിൽ വരാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഞാൻ ഈ ഒരു വ്യക്തിയെ കുറിച്ച് ആരും പറയുന്നത് കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഒരു സീരിയലും കാര്യങ്ങളോ ഒന്നും ആ കുട്ടി ചെയ്യുന്നില്ല. ആ കുട്ടിയുടെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഉമ്മയും ആ കുട്ടിയും പിന്നെ എങ്കിലും ഗ്രാൻഡ് മദറൊക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ജീവിതമാണ്. ഉപ്പയെക്കുറിച്ച് അവർ കൂടെയല്ല ജീവിക്കുന്നത് ഉപ്പ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട ഉമ്മയും മകനും തമ്മിലുള്ള ഒരുപാട് കെയറിങ്ങും കാര്യങ്ങളൊക്കെയുള്ള വീഡിയോസും കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ വേറെ സീരിയലിലൊന്നും അൻസാബിത്തിന് കാണുന്നില്ല, സിനിമയിലൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്രയും കൂടെ ഒരു ഫെയിം കിട്ടാൻ വേണ്ടിയിട്ട് അൽസാബിത്ത് ചിലപ്പോൾ ബിഗ് ബോസ് സീസൺ 8 വരാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തൊരു വ്യക്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു ലേഡി കണ്ടസ്റ്റന്റ് ആണ്. അദ്ദേഹം ഭയങ്കരധികം വിവാദത്തിലൂടെയൊക്കെ പോയിട്ടുള്ള വ്യക്തിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ സിദ്ധാർത്ഥ് പ്രഭുവിനേക്കാളും കുറച്ചും കൂടെ വലിയൊരു സെലിബ്രിറ്റിയാണ്. ഒരുപാട് സീരിയലിലും അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു ലേഡിയാണ്. അവരുടെ പേരാണ് രേഖ. എൻ്റെ ഇതിൽ രേഖ വരാനായിട്ട് ചാൻസ് ഒരു 80% ഞാൻ കാണുന്നുണ്ട്. രേഖ എല്ലാ സീസണിലും രേഖയുടെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്, വരും വരും എന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെയ്ക്കും വന്നിട്ടില്ല. പക്ഷെ ഈ ഒരു സീസണിൽ വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. കാരണം രേഖ കുറച്ച് മുമ്പ് ഒരു വിവാദം ഞാൻ പറയുന്നില്ല, ഒരു വളരെയധികം ഇമോഷണലായിട്ട് കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് അവർ ഭയങ്കര ഹൈപ്പിലായിരുന്നു. ആ ഒരു വീഡിയോസൊക്കെ ഒരുപാട് ആൾക്കാർ റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് രേഖ വരാനായിട്ട് വളരെയധികം ചാൻസ് കൂടുതലാണ്. അടുത്തൊരു വ്യക്തിയുടെ പേര് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. എല്ലാ സീസണിലും എല്ലാവരും വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ജാസിയാണ്.
അപ്പോൾ ജാസി വരൂ എന്നുള്ളത് കഴിഞ്ഞ സീസണിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ വന്നില്ല. ഈ ഒരു സീസണിൽ വരാനായിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ 90% ജാസി വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. കാരണം ഈ ഒരു സീസണിൽ വേറെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പേരൊക്കെ ഒരുപാട് കേൾക്കുന്നുണ്ട്, പക്ഷെ ജാസിക്കാണ് ഇതിൽ വരാനായിട്ട് ചാൻസ് കൂടുതൽ. ചാൻസ് വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് ബിഗ് ബോസ് സീസൺ 1 പൊലിപ്പിക്കുന്ന കാര്യം ഉറപ്പാണ്. കാരണം ജാസിയുടെ ഒരു സംസാര രീതിയും തുറന്നുള്ള ഒരു പെരുമാറ്റം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ജാസി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സീസൺ 8 കുറച്ചും കൂടെ നല്ല രീതിയിൽ വ്യൂവർഷിപ്പ് ഒക്കെ കൂടി പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട് കേട്ടോ ജാസിക്ക്. ഹേറ്റേഴ്സ് ഉണ്ടായാലും പക്ഷെ ചില സമയത്ത് അവരായിരിക്കും ഈ ഒരു സീസൺ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് അറിയാമല്ലോ, ഇപ്പോൾ ജാസ്മിൻ കഴിഞ്ഞ സീസണിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ജാസ്മിൻ അതുപോലെ ജാസ്മിൻ മൂസ, 2 ജാസ്മിൻ ഉണ്ടായിരുന്നു. ഈ 2 പേരും ആൾക്കാർക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല, ഭയങ്കര ഹേറ്റേഴ്സ് ആയിരുന്നു. പക്ഷേ ഈ സീസൺ കഴിയുന്തോറും അവർക്ക് ഒരുപാട് ഫാൻസ് ഫോളോയിങ് ഒക്കെ ഉണ്ടായി. അവർ ആ ഹേറ്റിങ് ആ ഒരു ഇതുണ്ടല്ലോ, ആൾക്കാർ ഹേറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തൊക്കെ കുറഞ്ഞ് അവർ നല്ലൊരു ഗെയിമർ ആണെന്നുള്ള രീതിയിലോട്ടൊക്കെ ഇമേജ് മാറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ ചിലപ്പോൾ ജാസി വന്ന് ജാസിയുടെ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ദിവസങ്ങൾ നിൽക്കാനുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് മാറാൻ ചാൻസ് ജാസിക്കുണ്ട്. അടുത്തൊരു വ്യക്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഹംഗ്രി മാഹി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. കുക്ക് വിത്ത് കോമഡി എന്ന് പറയുന്ന ഒരു പരിപാടി ഇപ്പോൾ ഏഷ്യാനെറ്റിൽ കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ വിന്നറൊക്കെയാണ്. മാഹി മിക്കവാറും ഈ ബിഗ് ബോസിൽ വരാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ ഹംഗ്രി മാഹി ഇത്രയും വലിയ ഒരു യൂട്യൂബർ ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഈ കുക്ക് വിത്ത് കോമഡി എന്ന് പറയുന്ന ഈ ഒരു പരിപാടിയിലൂടെയാണ് അദ്ദേഹത്തെ അറിയുന്നത് തന്നെ. പക്ഷേ എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു മിക്കവാറും അദ്ദേഹം ബിഗ് ബോസിൽ വരാനായിട്ട് ചാൻസസ് ഉണ്ട്. കാരണം ഒരു നല്ല ബിഗ് ബോസ് മെറ്റീരിയലാണ് അദ്ദേഹം. വലിയ ഷോ ഒന്നും കാണിക്കാറില്ല. അതുപോലെ തന്നെ എന്താ പറയുക വെച്ചാൽ ഒരു പാവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ആവശ്യത്തിന് പ്രതികരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് നമ്മൾ ഒരുപാട് സീസണിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വന്നാൽ എനിക്ക് തോന്നുന്നു കുറേ ഫാൻ ഫോളോയിങ് ഉണ്ടാവും, പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഫാൻ ഫോളോയിങ് ഉണ്ടാവും. ചിലപ്പോൾ അടുത്തൊരു രാജാവായിട്ട് ആൾക്കാർ എടുക്കാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഉണ്ടാവില്ല, ഓരോ സീസണിലും ഓരോ രാജാവ്, ഒരു രാജ്ഞി, അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ ആൾക്കാർ സെലക്ട് ചെയ്യുന്നത്. അതേപോലെ എനിക്ക് തോന്നുന്നത് ഹംഗ്രി മാഹി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു നല്ലൊരു ഫോളോയിങ് ഉണ്ടാവും, ഫാൻ ഫോളോയിങ് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അടുത്തത് ഞാൻ പറയുമ്പോൾ ഒരു സിംഗറിന്റെ കാര്യം ഉണ്ടാവും. ഒരു ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ അതിലൊരു സിംഗറൊക്കെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ അക്ബർ ഖാനൊക്കെ ഉണ്ടായിരുന്നു. അക്ബർ ഖാൻ തന്നെ ഒരു ഫ്രണ്ടായിട്ടുള്ള ജാസിം ജമാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംഗർ വരാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ഐഡിയ സ്റ്റാർ സിംഗറിൽ ഒരു മെൻറ്ററായിട്ടുണ്ടായിരുന്നു. സിംഗറായിട്ടല്ല, മെൻറ്ററായിട്ട്. അദ്ദേഹം വേറെ ഒരു ചാനലിലെ ഒരു റിയാലിറ്റി ഷോയിലാണ് സിംഗറായിട്ട് വന്നത്. പക്ഷെ ഇതിൽ അദ്ദേഹം ഈ അക്ബറൊക്കെ ഇരുന്നത് പോലെ ഈ ജഡ്ജസ് പാനലിലാണ് ഇരുന്നിരുന്നത്. അപ്പോൾ മിക്കവാറും എനിക്ക് തോന്നുന്നു ജാസിം ജമാൽ വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അക്ബർ ഖാൻ്റെ ഫ്രണ്ടും കൂടെ ആയതുകൊണ്ട് ചിലപ്പോൾ ബിഗ് ബോസിലേക്ക് ഒന്ന് കയറാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം അദ്ദേഹം ഫേമസ് ആയിട്ടില്ല, അദ്ദേഹം ആൾക്കാർക്ക് അറിയാം എങ്കിലും അത്ര ഫേമസ് ആയില്ല. അപ്പോൾ ബിഗ് ബോസിലൂടെയൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ഫെയിം കിട്ടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കരിയറിന് നല്ല രീതിയിൽ ഇത് ഉപകാരം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ഇദ്ദേഹം തീർത്തും അക്ബർ ഖാനെ പോലെ അല്ല കേട്ടോ, കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ സൈലന്റ് ആണ്. സൈലന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഇവരുണ്ടായിരുന്നല്ലോ, ജുനൈസ് ഉണ്ടായിരുന്നല്ലോ, ജുനൈസ് ഒക്കെ കുറച്ചും കൂടെ നമുക്ക് തോന്നും സൈലന്റ് എന്നൊക്കെയാണ്. പക്ഷെ അതിനകത്ത് കയറിയപ്പോൾ ആൾ വേറൊരു ടെററായിരുന്നു, ഭയങ്കര പ്ലെയർ ആയിരുന്നു. അതേപോലെയൊക്കെ ആകാനായിട്ട് ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. കാരണം ഇങ്ങനെ സൈലന്റ് ആയിരുന്നു ചിലപ്പോൾ സൈലന്റ് കില്ലറായിട്ട് മാറുന്ന ചാൻസ് എനിക്ക് തോന്നുന്നത് ജാസ്മിനുണ്ടെന്നാണ്. ചിലപ്പോൾ വരാനായിട്ട് എനിക്കിഷ്ടമാണ് ആ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് വരാൻ ഞാൻ കാത്തിരിക്കുകയാണ്. പിന്നെ അടുത്തൊരാളുടെ പേര് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഒരു ബ്ലോഗറാണ്. ഈ അടുത്ത് ഒരുപാട് വിവാദം ഉണ്ടായിട്ടുണ്ട്, ഭാര്യയായിട്ട് പിരിഞ്ഞ് ഡൈവോഴ്സൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞ് ഗൾഫിലൊക്കെ പോയി, ഭാര്യ ഗൾഫിലോട്ട് പോയി, അവർ ചെറുപ്പത്തിലേ പ്രണയിച്ച് വിവാഹം കഴിച്ച് ആ പെൺകുട്ടി ഇവന് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ഒരു ബ്ലോഗ് ഒക്കെ ആയി. പിന്നെ ഒരു ട്രാവലർ ആയിരുന്നു, ഭാര്യയും ഭർത്താവും കൂടി ഇന്ത്യയുടെ പല ഭാഗത്തുകൾ പോകുന്നു, ഗൾഫിലോട്ട് പോകുന്നു. അങ്ങനെയൊക്കെ ട്രാവലിംഗ് വീഡിയോസാണ് കൂടുതലും ചെയ്തിരുന്നത് നമ്മൾ കണ്ടത്. പിന്നെ അവർ തമ്മിൽ പിരിഞ്ഞു, അങ്ങനെയൊക്കെ ഒരു വിവാദത്തിലൊക്കെ വന്നതാണ്. വേറെ ആരുമില്ല, അവിനാഷ് എന്നാണ്. അവി ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അവിനാഷ് വരെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. കാരണം അവിനാഷ് ചെറുപ്പക്കാരനാണ്, ഒരു 25 വയസ്സൊക്കെ പ്രായം ഉണ്ടാവുള്ളൂ. പക്ഷെ അവിനാഷിന് ഒരുപാട് ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ വളരെ ഒരു എന്താ പറയുക, ഒരു പ്യുവർ സോൾ എന്നൊക്കെ പറയില്ലേ, നല്ലൊരു പ്യുവർ ഹാർട്ടഡ് പേഴ്സണാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ബിഗ് ബോസിനകത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് കാണാനായിട്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അവി ബ്ലോഗ്സിൻ്റെ പേരാണ് ഞാൻ അടുത്തായിട്ട് പറഞ്ഞത്.
അപ്പോൾ എൻ്റെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനിയും പ്രഡിക്ഷൻ ലിസ്റ്റിൽ ആൾക്കാരുണ്ട്. പക്ഷേ എൻ്റെ ഫസ്റ്റ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ എനിക്ക് തോന്നുന്നത് ഇവരാണ് വരാൻ ചാൻസ് എന്നാണ്. അപ്പോൾ അടുത്തൊരു പ്രഡിക്ഷൻ ലിസ്റ്റായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവർക്കും ബൈ.